നമ്മളിന്ന് നല്ല ഹെൽത്തി ആയൊരു നാടൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് സാധനം എന്ന് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കയും ഉപ്പയും കൂടെ പാടത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. വാഴത്തട്ട ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു വാഴത്തട്ട കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു വാഴക്കൊമ്പ്, വാഴത്തട്ട അല്ലെങ്കിൽ വാഴക്കൊമ്പ് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഉപ്പേരിയാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞങ്ങൾ പാടത്തിങ്ങനെ വന്നതാണ്. പക്ഷെ അത് നമ്മൾ കൊണ്ട് എന്താ ഇവിടെയൊക്കെ ഉണ്ട്, ഇതാണ് സാധനം. പക്ഷെ അത് ഇന്നെ കൊണ്ടൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉപ്പുണ്ട് കൂടെ. ഉപ്പ് അത് എങ്ങനെ എടുക്കേണ്ടത് ഒരു പൂളക്കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ കുത്താണ്. അപ്പോൾ അത് ആ വാഴക്കൊലയിൽ തട്ടാതെ അത് എടുക്കണം. വാഴക്കൊലയിൽ അങ്ങനെ കുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പഴം ഒന്നിനും പറ്റില്ല. അപ്പോൾ അതിൽ കുത്താതെ ആ വാഴത്തട്ട നല്ല കറക്റ്റായിട്ട് എടുക്കണം. ഒറ്റ കുത്താണ്. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടത് നോക്കാം. ഡയരിയകത്തിടെ തൊലിച്ചോളി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ക്യാമ്പ് എടുക്കുക. ഇതാണ് കണ്ടെടുക്കുക ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഇവിടെ 4 വാഴത്തട്ടുണ്ട്. 4 അവർ കൊണ്ടുവന്നത്. ഇതിന് ഞങ്ങളുടെ ഏരിയയിൽ വാഴത്തട്ട എന്ന് പറയും, ചിലയിടത്ത് വാഴക്കൊമ്പെന്നും പറയാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിനി ഇതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇത് പൊളിക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ഉണ്ടോ, ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ ഒന്ന് വയലിട്ടൊന്ന് നീമ്പി നോക്കിയാൽ ഒരു ചെറിയ മധുരം ഉണ്ടാകും. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ അത് തേനാണെന്നൊക്കെ പറയും. തേൻ തന്നെ ആയിരിക്കും, ഈ പൂവിനൊക്കെ ഉണ്ടാകുന്ന തേനല്ല, അതുപോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ ചെയ്തിരുന്നതാണ് അതൊക്കെ. ഇനി നമുക്കിത് പൊളിക്കണം. അതായത് ഇതിന് പുറമേയുള്ള ഈ തൊലി ഒന്ന് തൊലിച്ച് കളയണം. പിന്നെ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറിൻ്റെ പാർട്ട് ആവുന്നത് വരെ പൊളിച്ച് കളയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇതിവിടെ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ല നമ്മളിതിപ്പോൾ ലുലുന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത്രയധികം ഒന്നും പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലുണ്ട് കുറച്ച് കട്ടിയുണ്ട് ആ ഒരു തൊലി, ഒരു 1-2 ലെയർ, അതങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ വൈറ്റ് കളർ ആവുന്നത് വരെ പൊളിച്ച് കളയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് പൈസ കൊടുത്തൊന്ന് വാങ്ങുമ്പോൾ അത്രയൊന്നും പൊളിച്ച് കളയരുത് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ നമുക്ക് കഴിക്കാവുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് പൊളിച്ചെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യുന്നത് നമ്മൾ പച്ചക്കായ കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഇത് കട്ട് ചെയ്തിടാം. ആ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പച്ചക്കായക്ക് കറ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഇതിനും കറ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ആ ഒരു അറ്റം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ ചെറിയ ലൈൻസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് സാധാരണ പോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ കയ്യിൽ കറയാവും, ആ ബ്ലാക്ക് കളറിൽ കറയാവും. പക്ഷേ കുഴപ്പമില്ല. ഒന്നുകിൽ ഇത് അരിയുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കാം. അതല്ലെങ്കിൽ അരിഞ്ഞ് കഴിഞ്ഞ ശേഷം നാരങ്ങാനീരില്ലേ, ചെറുനാരങ്ങ, അപ്പോൾ ആ നാരങ്ങാനീര് കുറച്ച് കയ്യിലാക്കിയിട്ട് കഴുകിയാൽ മതി. ആ കളർ പോയി കിട്ടും, കറയുടെ ആ ഒരു ബ്ലാക്ക് കളറ് പോയി കിട്ടും നാരങ്ങാനീരാക്കിയാലും. ഇനി നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ്, ഇനി അതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലെടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും അതുപോലെ ഒരു 3 ചെറിയുള്ളിയും. പിന്നെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. കുറച്ച് എരിവ് വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ സാധാരണ ഉപ്പേരിക്ക് ചെയ്യുന്ന പോലെ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങയും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ചേർക്കണം. അപ്പോൾ ചെറിയ ജീരകം ഒരു നുള്ള് അത്ര മതിയാകും. അതോടെ ചേർത്ത് കൊടുക്കുക. ഈ ചെറിയ ജീരകം ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പാണ്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ നല്ലത്, ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പില്ലേ, അത് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം. കാരണം നമ്മളിത് വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഇത് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇത് ഒന്നും ഉണ്ടാവില്ല ഇതിൽ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന പച്ചക്കറികളെ പോലെ മരുന്നടിച്ചതോ അങ്ങനെ ഒന്നും ആവില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിപ്പം ഷോപ്പുകളിലും കിട്ടുന്നുണ്ട്, ലുലുവിലും അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുമാണ്. ഇനി നമുക്കിതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇപ്പോഴേക്ക് തീ സിമ്മിലാണ് കേട്ടോ, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കാണുന്നുണ്ടാവും ഇതിൽ പിന്നെയും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തായതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പിന്നെയുണ്ട്. അതുകൊണ്ട് ഇനി തീ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. തീ ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ നടുവിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റുമുണ്ട് ഈ ഉപ്പേരിയുടെ ഭാഗങ്ങളെല്ലാം അതിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. ആ തേങ്ങേൻ്റെ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് അത്രയും മതി, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. കാരണം ഹൈ ഫ്ലെയിമിലാണ് തീ, അതുകൊണ്ടാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു നീരൊക്കെ നല്ലോണം ഒന്ന് ഇറങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇനി ശരിക്കും മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണേ. തീ കുറച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മുടെ വാഴത്തട്ട് വെച്ചിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമുക്ക്. പിന്നെ സിമ്പിളാണ്, അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ അതേപോലെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൊടിയിലൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വാഴത്തട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.